ട്രെയിൻ യാത്ര ചെയ്യാൻ ഇപ്പോൾ പേടിയാവുകയാണ്. കാരണം ഗോവിന്ദച്ചാമിയുടെ വിഷയം, സൗമ്യയുടെ വിഷയം, അത് കഴിഞ്ഞു പോയപ്പോൾ നമ്മളൊന്ന് ആശ്വസിച്ചു. ഇനി ഒരിക്കലും ഇത് ഉണ്ടാകില്ലായിരിക്കും, ദൈവമേ കാത്തോളണേ എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി കൂടി ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഒരു മദ്യപനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഈ ട്രെയിനിലെ യാത്രാ സുരക്ഷ എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒന്നായിട്ട് മാറുന്നുണ്ട്. ഇതിന് ആരാണ് ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത്? ഇത് ഏത് സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്? യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷിതമായിട്ടൊന്ന് ഒരു യാത്ര ചെയ്യണമെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ കാര്യം പറയണ്ട, അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ കയറാത്തതാണ് സത്യത്തിൽ നല്ലത് എന്നുള്ളതാണ്. എന്താണ് സർ ചെയ്യേണ്ടത്? പ്രജിത ട്രെയിനിൽ കയറിയിട്ടുണ്ടാവുമല്ലോ, ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അങ്കലാപ്പല്ലേ? അതെ, ആണല്ലോ. അതെ. ടിക്കറ്റ് വന്ന് ഇപ്പോൾ റിസർവ്ഡ് സീറ്റ് ആണെങ്കിൽ ടിക്കറ്റ് വന്ന് പരിശോധിക്കും. അതെ. നമ്മുടേത് ജനറൽ ആണെങ്കിൽ ഇവിടെ പിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇത്രയും കൂടുതൽ തരണം. പിന്നെ ഇവരുണ്ട്, പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, വിജിലൻസ് അല്ലേ, അവർ വരും. അവരിങ്ങോട്ട് വന്നിട്ട് ഫൈനാണ് അങ്ങോട്ട് അടിക്കുന്നത്, 1000കണക്കിന് 2000 രൂപ. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ വെള്ള ഷർട്ട് വിട്ട് അവിടെ നിൽപ്പുണ്ട്, സംശയമുള്ളവരെ ഇങ്ങനെ കണ്ടിട്ട് ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ടിക്കറ്റ് കളയും, അതില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഫൈൻ അടിക്കണം. നമ്മളിപ്പോൾ നോക്കിക്കോ, ചെങ്ങന്നൂർ പോകാനിരിക്കുക, ഞാൻ തിരുവല്ലയിലോട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ ഉച്ചയ്ക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. സങ്കല്പിക്കുക, തിരുവല്ലയിൽ ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പരിശോധിച്ച്, ഇത് ചെങ്ങന്നൂർ ടിക്കറ്റ്, അപ്പം തന്നെ നമ്മളെ ഫൈൻ അടിക്കും. അങ്ങനെ ഫൈൻ അടിക്കാൻ കുറേ ഏമാന്മാരുണ്ട് അതിനകത്ത്. എന്നാൽ ഇതേ ഏമാന്മാർ ഇപ്പോൾ ഏമാട്ടികളും ഉണ്ട്. ഏമാട്ടികളും ഭിക്ഷക്കാരും ഒക്കെ ഇരിക്കുന്നത് ചെക്ക് ചെയ്യില്ല, അവരെ ഇറക്കി വിടില്ല. അവരാണ് പലപ്പോഴും ക്രിമിനലുകൾ ആവുന്നത്. സിഗരറ്റ് വലിച്ചാൽ തടയില്ല, TTE ചെയ്യണ്ടേ? അത് TTE പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പോലീസിനെ വിളിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. അവർ വിളിച്ചാൽ പോലീസ്. പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എന്നോട് ചോദിച്ചല്ലോ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രതിക്ക് ഉണ്ടായിട്ടുണ്ടായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴി കുട്ടിയായിട്ട് ഇരിക്കുകയാണ്, യാത്ര ചെയ്യാണ്. അപ്പൊ ഫാമിലി മുമ്പിൽ വേറെ മറ്റൊരു ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത് വന്നിരുന്ന ഒരാള് അപ്പുറത്തെ സിംഗിൾ സീറ്റ് ഉണ്ടല്ലോ, വന്നിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങി വീഴുകയാണ്. അപ്പൊ ഉറങ്ങി വീഴുകയാണെന്ന് കരുതിയിട്ട് യാത്രക്കാരെ എന്ത് ചെയ്തു, തട്ടി വിളിച്ചു. അപ്പൊ ഇയാൾ വീണ്ടും ഒന്ന് ഇതായിട്ട് ഇരുന്നു. ഇതിന് ശേഷം ഒരു യുവാവാണ് കേട്ടോ, നല്ല തണ്ടും തടിയുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോ, പടേന്ന് പറഞ്ഞ ഒരൊറ്റ വീഴ്ച. ഇയാളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല, ആകെ അങ്കലാപ്പും പരിവേഷവും ഒക്കെ ആയി. കൂട്ടത്തിൽ ആ കമ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഓടി വന്നു ഇങ്ങനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പറയുന്നത് മദ്യപിച്ച ലക്ക് കെട്ടത് കൊണ്ട് ഈ പറ്റിയതാണ് എന്നുള്ളത്. അപ്പൊ കുറച്ചു നേരം ഇയാൾ അവിടെ ഇതിന്റെ ഡോറുണ്ടല്ലോ, ഡോറിന്റെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇയാളുടെ ആട്ടവും നിൽക്കലും മറ്റും ഒക്കെ പ്രശ്നമായതുകൊണ്ട് അവിടുന്ന് ആൾക്കാർ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാ അത്രേ. പിന്നെ ഞാൻ എറണാകുളത്ത് ഇറങ്ങുന്നത് വരെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കയറി ഇയാളുടെ ബാഗും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കലും എടുത്തുകൊണ്ട് പോകലും ഇയാൾക്ക് കൊടുക്കണമല്ലോ. പോലീസ് അവസാനം തിരൂരെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥർ എത്തുന്നു. ഇയാളെ തൂക്കിയെടുത്ത്, അതുവരെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് പോലും ഇയാൾക്ക് ബോധം വീണിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ മദ്യപന്മാര്, സാറ് സിഗരറ്റിന്റെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മദ്യപന്മാര് കയറുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നത് കയറുന്നുണ്ട്, കഞ്ചാവ് അടിച്ച് കിറങ്ങിയവര് കയറുന്നുണ്ട്. ഇവരെ ഒന്നും പരിശോധിക്കാനും ഇറക്കി വിടാനും യാതൊരു സംവിധാനങ്ങളും ഇല്ല. ഇതുകൂടാതെ അതിനകത്തിരുന്ന് മദ്യപിക്കുന്നവരുമുണ്ട്. ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായം കൊക്കോകോള കളറാണല്ലോ, അതിനകത്ത് മദ്യം ചേർന്നിട്ട് കൊണ്ടുവന്ന് കഴിക്കുക, ഇതാണ് പ്രധാന പരിപാടി. അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. മദ്യത്തിൻ്റെ മണവും പെരുമാറ്റവും കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ പുറത്തോട്ട് വീഴുന്ന ഈ പ്രക്രിയ രാത്രിയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ പകലായാലും അതിന് മദ്യം വേണമെന്നില്ല. സ്ത്രീകൾ ആണ് അടുത്തിരിക്കുന്നതെങ്കിൽ അവരുടെ പുറത്തേക്ക് ഉറക്കം നടിച്ചുകൊണ്ട് വീഴുന്ന പുരുഷന്മാരുണ്ട്. പ്രജിത ഇത് പറയുമ്പോൾ തുറന്നു പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല ഈ പീഡനത്തിന് വിധേയരാകുന്നത്. ഒരു ഉദാഹരണം കുറച്ചുനാൾ മുമ്പാണ്, ഇപ്പോഴെങ്ങുമല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതുപോലെ ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒന്നും ഇല്ല. ഇന്നിപ്പോൾ സംഖ്യ കൂടിയിട്ടുണ്ട്. അവർ ആ ട്രെയിനിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അന്നത്തെ കാലത്താണെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല, അവർക്കൊന്നും അറിയാൻ വയ്യ. പക്ഷേ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അവരെ കുറച്ചുകൂടെ
ക്രിയാത്മകരാക്കിയിട്ടുണ്ട്. പക്ഷേ എണ്ണം കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ TT എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാനും ഇടപെടാനുമുള്ള നമ്മുടെ കണ്ടക്ടറാണ്. ആ ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം. അവരുടെ വർക്ക് ലോഡ് കൂട്ടിയത് കൊണ്ടാണെന്ന് പറയുന്നത്, അത് അന്വേഷിക്കേണ്ടതാണ്, പരിഹാരം കാണുന്നത്. ഒന്ന്, ഈ ഞാനിങ്ങനെ പോവുകയാണ്, ചെന്നൈയും കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയം, സുമുഖനായ ഒരു യുവാവ് വന്ന് പരിചയപ്പെട്ടു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു അബ്നോർമാലിറ്റി ഒന്നും കാണാനില്ല. അപ്പോൾ രാത്രി സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി കുറേ ഏറെ ദൂരം, ഏത് സ്ഥലമാണെന്നൊന്നും അറിയാം. ഞാൻ ഈ ഉറക്കത്തിൽ ഇങ്ങനെ മുഴിയപ്പോൾ ആരോ ഒരാളിനെ ശല്യപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. അയാൾ വന്ന് എൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് എൻ്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഞാൻ വളരെയധികം ഷോക്കഡായിപ്പോയി. ഇപ്പോൾ ഈ ആണുങ്ങളാവുന്നെന്നുള്ളൊരു തൻ്റെ ഇടം കൊണ്ട്, അവനും ആണാണല്ലോ എന്നുള്ളൊരു തൻ്റെ ഇടം കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു. അവൻ കാലെടുത്തിട്ട്, വലതുവശത്തിരിക്കുന്ന കാലെടുത്തിട്ട് ഞാൻ ഉറങ്ങിയ ഭാവത്തിൽ തന്നെ ഒരൊറ്റ തൂണ്ട് അവൻ കവന്നടിച്ച് അവിടെ വീണു, തലയും കുത്തി അവിടെ വീണു. അതോടുകൂടി അവൻ്റെ ഈ ഏർപ്പാടുകളില്ലാതായി. ഇതുപോലെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തൊഴിക്കണമെന്നൊന്നും അല്ല പറയുന്നത്, തോണ്ടിയിടുകയും ചെയ്യണമെന്നല്ല. ഒരു സേഫ്റ്റി പിന്നെങ്കിലും കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ഒരു കുരുമുളക് പൊടിയുടെ ടിൻ കരുതി വയ്ക്കുക. ഇവനെ നേരിടാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണിത്. ഇത് നമുക്ക് തന്നെ ചെയ്യാം. കാരണം TTയോ പോലീസോ നമ്മുടെ സുരക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ്. ഈ പറഞ്ഞ കേസ്, നമ്മളിപ്പോൾ ഇത് സംസാരിക്കാനുണ്ടായ കേസിൽ ഒരു പെൺകുട്ടി ബാത്റൂമിൻ്റെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന, സിഗരറ്റ് മാത്രമല്ല, ഈ ആണുങ്ങളൊക്കെ ഇറച്ചി കണ്ട പട്ടിയെ പോലെ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അതിഷ്ടപ്പെടാത്ത, അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെന്നതുകൊണ്ട് പരിഭവം തോന്നിയ ഒരു പെൺകുട്ടി കയർക്കുന്നതായിട്ടാണ് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത, അവർക്കതിന് അവകാശമുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സിഗരറ്റ് വലിച്ച് അതിനകത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിനാണ് അവൾ ഇങ്ങോട്ടിറങ്ങിയ പരുവത്തിന് ആ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ടത്. ഇത് കണ്ടുകൊണ്ട് അവളെ രക്ഷിക്കാൻ വന്ന ആളെയും ഇയാൾ തൊഴിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഈ തോന്നിയാസക്കാർക്കും തെമ്മാടികൾക്കും ഒക്കെ ഇതിനകത്ത് ഇടം കൊടുക്കാതിരിക്കേണ്ടത് ആരാ? ഇടം കൊടുക്കാതിരിക്കേണ്ടത് അതിലെ കണ്ടക്ടർ ആരാന്ന് വെച്ചാൽ അവരുടെ ചുമതലയാണ്. അതിലെ കണ്ടക്ടർ ആരാ? TT ആണ്. നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർ. പക്ഷേ ആ കൃത്യം നിർവഹിക്കുന്നില്ല. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ AC കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യുകയാണ്. കാരണം കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് TT ഒരു സ്ത്രീയാണ്. അവർ കൊണ്ടുവന്ന് മുഷിഞ്ഞ് തറയിലെങ്ങാണ്ട് വീണ് കിടന്നിട്ട് ചെളിയും പുരണ്ട വസ്ത്രവുമായി ഒരാളെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ, ഇയാൾക്ക് ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റൊന്നുമില്ല, സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ശല്യമാണ്. ഇങ്ങനെ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെട്ട നിലയിലുള്ള ആളാണിത്. മയക്കുമരുന്നാണോ മദ്യമാണോ എനിക്കറിയാം. അതല്ല, അത് അടുത്ത സ്റ്റേഷൻ വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഈ ആളിനെ പിടിച്ച് അവിടെ ഇരുത്തുക. മനസ്സിലായി? അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം കാണും. മുകളിലിരിക്കുന്ന ആരുടെയോ ബന്ധുവല്ലോ ആകാം ഇത്. പക്ഷേ ആ കാര്യത്തിൽ അവർ നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. ടിക്കറ്റ് ഇല്ലാത്ത ഒരാളിനെ, അതും അലോട്ടഡ് സീറ്റുകളിൽ മാത്രം ആൾക്കാരിരിക്കേണ്ട റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ പിടിച്ചിരുത്തിയിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ മകള് ധൈര്യമായിട്ട് പോകാവുന്ന കമ്പാർട്ട്മെൻ്റ് ആണല്ലോ AC എന്ന് വിചാരിച്ച് യാത്ര അയച്ചു. അവളൊറ്റയ്ക്ക് പോകുന്നവരെ നമ്മൾ ഉറങ്ങില്ല, അത് വേറൊരു കാര്യം. എന്തുണ്ടായാലും വിളിച്ചു പറയുക. കാരണം റെയിൽവേ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവൾ രാത്രിയായപ്പോൾ അതുപോലെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു വിളിച്ചു. അപ്പോൾ എന്താ സംഭവം? ഒരു തമിഴ്നാടാണ്. കേരളത്തിൽ വെച്ച് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഏതോ ഒരാൾ ഇവിടെ കയ്യിൽ തൊട്ടു, അതേയുള്ള സംഭവം എന്നാണ് അവൾ പറയുന്നത്. അവൾ ഞെട്ടി, അങ്ങനെ വിളിച്ചതാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അവളെ സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനടുത്ത് ഉള്ള ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനുകളുണ്ട്, അവിടെ വരെ അറിയിച്ചു. അപ്പോഴത്തേക്കും ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് അടുത്ത സ്റ്റേഷനിലുള്ള ആൾക്കാരെയും ഞാൻ വിളിച്ചു പറഞ്ഞു. കാരണം എൻ്റെ മകളാണല്ലോ, അത്രയും അവർക്ക് ദണ്ണം വരില്ലല്ലോ. ചെന്നപ്പോഴത്തേക്കും ഒരാളും അങ്ങോട്ട് ചെന്നിട്ടില്ല. പക്ഷേ ഈ തൊട്ട ആൾ ട്രെയിൻ വിട്ടുപോയി, അവൾ സുരക്ഷിതമായിട്ട് അവിടെ ഇറങ്ങി. ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് മാത്രം മിച്ചം, ഒരാക്ഷനും ഉണ്ടായില്ല. രാത്രിയാകുമ്പോൾ അവർ അലസ മനോഭാവത്തോടു കൂടിയാണ് ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഇത്തരം ഒരു ദുര്യോഗത്തെ അവർ കാണുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് ബാധകമാണ്. ഒരു കാര്യത്തിലും ഈ മരിച്ച പെൺകുട്ടിയുടെ കാര്യത്തിലും ആരും രക്ഷയ്ക്കെത്തിയില്ല. യാത്രക്കാർ
ചങ്ങല പിടിച്ച് നിർത്തുകയാണ് ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നാലോ, അവിടെ തെരുവ് നായ്ക്കളെ വളർത്തുകയാണ് റെയിൽവേ ജീവനക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു തൃപ്പൂണിത്തറ സ്റ്റേഷനിലാണ് അവിടെ നായ്ക്കളിങ്ങനെ മേഞ്ഞു കിടക്കുക. കാര്യം എന്താ, എപ്പോൾ വേണമെങ്കിലും അവനൊരു പേ പിടിച്ചു കഴിഞ്ഞാൽ യാത്രക്കാരന് മരിക്കേണ്ടി വരും. കാരണം പേയ് വിഷബാധയുടെ വാക്സിൻ ഇപ്പോൾ ഭരിക്കുന്നില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ആരാ? അവിടുത്തെ ജീവനക്കാർ. ആഹാരം കൊണ്ടുവരുന്നതിൻ്റെ ശകലവും കൊടുക്കും. ഇവനതുകൊണ്ട് പെറ്റുപെരുകയാണ് ഇവരുടെ വംശം. എന്നിട്ട് യാത്രക്കാർ ചിലരുണ്ട് കൗതുക വസ്തുക്കളായി കണ്ടിട്ട് ബിസ്ക്കറ്റ് അവർ കൊണ്ടുവരുന്ന ആഹാരം അത് കഴിക്കുന്ന കാണാൻ നല്ല സുഖമാണ്. പക്ഷെ സാമൂഹിക ദ്രോഹമാണത് ചെയ്യുന്നത്. ഈ പട്ടി എപ്പോഴെങ്കിലും ഒരു നമ്മൾ നാളെ കൊടുക്കാതിരുന്ന നമ്മുടെ ബാഗ് കണ്ടിട്ട് നമ്മളെ കടിക്കാൻ വരും ഈ പട്ടി. അപ്പം ഇതൊക്കെ നിയന്ത്രിക്കാൻ RPF അവിടെ ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇപ്പം നായ്ക്കളെ വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. നായ്ക്കൾക്ക് ആഹാരം, അവർ രാത്രിയിലൊക്കെ ഡ്യൂട്ടിയിലുണ്ടല്ലോ, മിച്ചം വരുന്ന ആഹാരം പട്ടിക്ക് കൊടുക്കുക. അത് പൊതുജനങ്ങളോട് വലിയ ദ്രോഹം. പട്ടികൾ കിടക്കുന്ന കമ്പാർട്ട്മെൻറ്റുകളാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം റെയിൽവേ സ്റ്റേഷനുകളും. ഇപ്പോൾ നല്ല നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്, നല്ല പണം മുടക്കി പല സ്റ്റേഷനും. പക്ഷേ നായ്ക്കളെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല, തെമ്മാടികളെ ഒഴിവാക്കിയിട്ടില്ല, ഭിക്ഷക്കാരെ ഒഴിവാക്കിയിട്ടില്ല. ഭിക്ഷക്കാർക്ക് അങ്ങ് കൊടുത്തിരിക്കുന്ന പോലെയാണ് റെയിൽവേയുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. കയറി അങ്ങ് ഇരുന്നങ്ങ് വിലസുകയാണ് അവകാശം പോലെ. അപ്പോൾ ഇപ്പോൾ പോകുന്നത് സ്ലീപ്പർ ക്ലാസ്സിലും AC-ലും ഒക്കെ TT-മാരെത്താറുണ്ട്. നിങ്ങളുടെ ടിക്കറ്റ് എടുത്തൊന്ന് പരിശോധിക്കും. അത് മാത്രം പോരാ, അതിനപ്പുറം ഈ ഭിക്ഷക്കാർ അങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ ഒരു കാരണവശാലും ഒരു കമ്പാർട്ട്മെൻറ്റ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിലും അവർ കയറുന്നില്ല ടിക്കറ്റ് ഇല്ലാതെ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട മറ്റൊരു പോലീസും കൂടെ, മറ്റൊരു ഇൻസ്പെക്ടിങ് സംവിധാനം കൂടെ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇവർ, ഗോവിന്ദച്ചാമി അങ്ങനെ വന്ന ആളാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക വിങ് ഈ റെയിൽവേയുടെ കീഴിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റാഫ് അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് അവർ പലരും സഹായ മനോഭാവമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെയാണല്ലോ, പിന്നെ ഒരു പെൺകുട്ടിയെ അവർ രക്ഷിച്ചു അവരുടെ ഉത്തരവാദിത്വത്തിൽ. അവർക്ക് മനസ്സുണ്ട്, പക്ഷേ സ്റ്റാഫില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ റെയിൽവേ സ്റ്റേഷനുകളിൽ, പ്ലാറ്റ്ഫോമുകളിൽ നായ്ക്കളുടെ എണ്ണമാണ് പെരുകുന്നത്, സ്റ്റാഫിൻ്റെ എണ്ണമല്ല, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും പരിഹാരം ഉണ്ടാകേണ്ടതും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.